ഞാൻ പച്ചതായോണ്ട് പറയണതല്ല, നല്ല ബിരിയാണിയാണ്. ഇവിടെയാ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. அப்ப இன்னைக்கு என்ன செய்ய போறோம்னா ചെമ്മീൻ ബിരിയാണി. എന്നമ്മ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് നോക്കാം. ഇത്തിരി ചെമ്മീൻ മേടിച്ചതുണ്ടല്ലോ, അപ്പൊ അത് വെച്ച് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ വെളുപ്പിനെ പോയി ചെമ്പക്കര പോയി ചെമ്മീൻ മേടിച്ച് കുറച്ച് കിളിമീനൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ബാക്കി വെച്ച് ബാക്കിക്ക് അച്ചാറുണ്ടാക്കാനുണ്ട്. അപ്പൊ അച്ചാറുണ്ടാക്കണ വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാരും കേറി കാണോട്ടാ. അപ്പൊ എല്ലാരും കേറി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടണോട്ടാ, ഇടാണ്ടിരിക്കരുത്. അപ്പൊ നമുക്ക് ചെമ്മീൻ ബിരിയാണിയിലേക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണതിലേക്ക് കിടക്കാം. കത്തിക്കാൻ പോവാണ്. കത്തിച്ചോ. കത്തിച്ച് ചട്ടി ചൂടാവട്ടെ. ഒരുത്തനെ കാണിച്ചു തരാം. അവന് ഉറങ്ങാൻ വേണം, എന്നിട്ട് എണീറ്റ് ഇരിക്കുകയും വേണം. ആരും ഇട്ട് വരാനും പാടില്ല. അതിന്റെ കാട്ടകം കാണിച്ചു തരാം. പക്ഷെ എന്ത് കഷ്ടാലേ, ഭയങ്കര കഷ്ടപ്പാടാണ്. നമുക്ക് ബിരിയാണി അരി വേവിക്കാനുള്ള ഇതിന് 1 ഗ്ലാസ് അരിയാണ്. ഇപ്പൊ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 1 കഷ്ണം പട്ട, 4 കഷ്ണം എന്തെന്നാണ് ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം. ഇത്ര സാധനം ഇട്ടേക്കാം. ഉപ്പിട്ടേക്കാം. അപ്പൊ ലോകത്തിൽ ആരും ഇതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കില്ല. എന്താണെന്നറിയോ? അത് ഇവിടെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെച്ചു കൊടുക്കാട്ടാ. കുറച്ച് മതി, വേണ്ട. 1 സ്പൂൺ ഒഴിച്ചേക്കാം. ഇച്ചിരി അണ്ടിപ്പരിപ്പ് വറക്കാം. മതി. 2-3 കടി ഇട്ടേക്കാം. അപ്പൊ അധികം ആയി കഴിഞ്ഞാൽ അമ്മ പറയണേ എനിക്ക് കൊഴുപ്പ് കൂടുമെന്ന് പറയണേ. ഇപ്പൊ തന്നെ ഭയങ്കര ഉങ്കാന്ന് പറയണേ. കൊഴുപ്പ് എനിക്കാ കൂടുതൽ, കൊളസ്ട്രോള്. തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിന്നാറില്ല. അതെ, തിന്നാറില്ല. വായിൽ കിടന്ന് ചവച്ചോണ്ടിരിക്കുക, എന്നിട്ട് തിന്നാറില്ലെന്ന് പറയണത്. അണ്ടിപ്പരിപ്പ് വറുത്ത് പോരാട്ടാ. ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തേക്കാം നമുക്ക്. അപ്പൊ ഈ വെളിച്ചെണ്ണ തന്നെ എല്ലാം ചെയ്യണേ. ഒരുപാട് വെളിച്ചെണ്ണ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മതി വെളിച്ചെണ്ണ. വറവ് അങ്ങനെ വറക്കട്ടെ, അങ്ങനെ വറക്കട്ടെ ചെമ്മീൻ. ഞാൻ തന്നെ തിന്നോളൂ, പിന്നെ വേറെ ആരും തിന്നാനൊന്നും ഉണ്ടാവില്ല. ചാറുണ്ടാക്കാനായിട്ട് ഉണ്ടാവൂല. അപ്പൊ ചെമ്മീനങ്ങ മൊരിഞ്ഞ് ഇത് സെറ്റായിട്ടങ്ങ് പറ്റേ. അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കാട്ടാ. ജീര റൈസാ, ഇത് കൈമ റൈസ്. ഇപ്പൊ ചെമ്മീൻ ഇവിടെ കിടന്ന് കൊതാന്ന് പറഞ്ഞ് കൊതക്കണ്ട്. അടുത്ത തീറ്റയ്ക്കും വേണ്ടി ഒരുത്തവൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. ദഹിക്കണ്ടേ, ശല്യപ്പെടുത്തിക്കാൻ ആശം മേൽപ്പം വിട്ടടിച്ച് പോയിക്കളെ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ വറുത്ത് പോരാട്ടാ. നമുക്ക് ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഞാനേ മല്ലിയിലും പുതിനയിലൊക്കെ മേടിക്കാൻ പറഞ്ഞ ഞാൻ മേടിച്ചില്ല. എന്നാ ഇതിനകത്ത് മൊത്തം ചപ്പും ചവറും ആയിരിക്കും, ഒന്നും തിന്നാൻ പറ്റൂല. അതുകൊണ്ട് മാത്രമേ ഞാൻ പിന്നെ മേടിക്കാണ്ടിരുന്നത്. നോക്കണ്ട, സത്യം പറഞ്ഞേ. ഒരു 3 സവാള ഞാൻ ചെറുതരിഞ്ഞതാ. ഇതിൽ ഗ്രേവി വേണ്ടേ, കാരണം കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ്, ചെമ്മീൻ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ടാണ് നമ്മൾ വറുത്തത്. അത് 1 മണിക്കൂറോളമായി. അത് ഇത്തിരി ഉപ്പ്, ഗ്രേവിക്ക് മാത്രമുള്ള ഉപ്പ്. നമുക്ക് ഇത് ഊറ്റിയെടുക്കാം.
പറ്റിക്കാനുള്ളതില്ല, ഇച്ചിരി ഉള്ളൂല്ലോ, അപ്പം കൂട്ടിയെടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ശകലം കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഗ്രേവിക്ക് വേണ്ടത്. അതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വാടട്ടെ, തക്കാളി വാടട്ടെ. നമുക്ക് ചെമ്മീൻ ഇടാം. ഇതെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ചെമ്മീൻ നല്ല നേരെ ഒന്ന് അടച്ചു വയ്ക്കുക. ചെമ്മീനിലോട്ടേ ഇതിൻ്റെ ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ. നേരത്തെ എടുക്കാം, അടച്ചു വെച്ചേക്കാം. സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്, ഒരുപാട് ഐറ്റംസ് ഒന്നും ഉള്ള ബിരിയാണിയല്ല, സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം, അത്രേ ഉള്ളൂ. ചെമ്മീനൊക്കെ അതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചെടുത്ത് ഞാൻ മാറ്റി വയ്ക്കാം. ക്യാരറ്റ് അതിനകത്ത് ഇടണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേണ്ട നല്ല അടിപൊളിയായിട്ട് ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കൊടുത്തോടാം. കലം ബിരിയാണി കിട്ടും. കലം മല്ലിയിലൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞാണ്, എന്നിട്ട് മേടിച്ചോണ്ട് വന്നില്ല. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനേ, ചോറും ചെമ്മീനൊക്കെ കൂടി മിക്സ് ചെയ്ത്. നമ്മുടെ ചെമ്മീൻ ബിരിയാണി അങ്ങനെ റെഡിയായി. ചെമ്മീനൊക്കെ കാണുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്, ഞാൻ തിന്ന് തീർത്തില്ല. ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിന്നു നോക്കാം. സൂപ്പറായിട്ടുണ്ട് ചെമ്മീൻ, അടിപൊളി. നല്ല ബിരിയാണിയാണ്. സിമ്പിളായിട്ടുള്ള ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഞാൻ വച്ചതായതുകൊണ്ട് പറയണതല്ല, നല്ല ബിരിയാണിയാണ്, അടിപൊളിയാണ്.